കഴിഞ്ഞ വർഷം വൃശ്ചിക വേലിയേറ്റത്തിനുണ്ടായ മടവീഴ്ചയിൽ കുട്ടനാട് സി ബ്ലോക്കിലുണ്ടായത് 2.5 കോടി രൂപയുടെ നഷ്ടം. ഇതുപോലൊരു കാർഷിക ദുരന്തം ഇപ്രാവശ്യത്തെ മഴക്കാലം സമ്മാനിക്കുമോ എന്ന ഭയപ്പാടാണ് കുട്ടനാടൻ കർഷകരെ കൃഷി ഇറക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയുള്ള പൈലാൻഡ് സ്ലാബ് ബണ്ട് നിർമ്മാണം സി ബ്ലോക്കിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസക്കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം 20 വർഷത്തിലധികമായി കൃഷി നടക്കാത്ത റാണി, ചിത്തിര പാടശേഖരങ്ങൾക്ക് മുൻഗണന നൽകി പൈലാൻഡ് സ്ലാബ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഇത് നിർത്തിവെച്ച് സി-ഡി ബ്ലോക്കുകളിലെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നും സി ബ്ലോക്ക് കായൽ പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. കൃഷിക്കാർക്ക് ഏതാണ്ട് ഒരു ഏക്കറിന് 30,000 രൂപ ലാഭം കിട്ടേണ്ട സ്ഥലത്ത് മൊത്തം നഷ്ടമായി. സർക്കാരിൽ നിന്ന് കിട്ടിയ നാമമാത്ര തുകയാണ് ഇവിടെ നഷ്ടപരിഹാരമായി കിട്ടിയിരിക്കുന്നത്. ഈ ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി റാണി, ചിത്തിര കായലുകളിൽ നടക്കുന്ന പണി ഉപേക്ഷിച്ച് ഇവിടുത്തെ പണിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അടിയന്തരമായി ആവശ്യപ്പെടുവാനുള്ളത്. സി ബ്ലോക്ക് പാടശേഖരത്തിന്റെ ഒരു വശത്ത് മാത്രം കെട്ടിയിരിക്കുന്ന പൈലാൻഡ് സ്ലാബുകളുടെ നിര പോലും തെറ്റിത്തുടങ്ങി. ഏറ്റവും ആഴമുള്ള സി ബ്ലോക്കിന്റെ തോട് 1000 മീറ്റർ നീളം കല്ലുകെട്ടി ബലപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ 500 മീറ്റർ നീളത്തിൽ മാത്രം കല്ല് ഡംപ് ചെയ്തിരിക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു. പുഞ്ചകൃഷി ആരംഭിക്കാൻ കേവലം 3 ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എന്നാൽ മടവീഴ്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ പരാജയപ്പെട്ടാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കർഷകർ. ഇന്ത്യ വിഷൻ, ആലപ്പുഴ.